വാട്സപ്പ് സ്റ്റാറ്റസുകളിൽ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു സ്റ്റാറ്റസ് ആണ് ഷിൻഡോ മറയൂർ എന്ന് പറഞ്ഞ ആളുടെ നിലാക്കീർ എന്നുള്ള സ്റ്റാറ്റസ് വീഡിയോസ്. ഇന്ന് രാവിലെ ശ്രദ്ധിച്ച ഒരു സ്റ്റാറ്റസ് വീഡിയോ ഇപ്രകാരമായിരുന്നു. ചെറുതോണിയിൽ നടുക്കടലിന് നടുവിൽ ഒറ്റയ്ക്ക്, പലപ്പോഴും കാറ്റ് വീശുന്നുണ്ട്, കോളുകൾ ഉണ്ടാകുന്നുണ്ട്, തീരം എവിടെയോ അകലെയാണ്, അത് കാണാനാവുന്നില്ല. പലരും യാത്ര ചെയ്തു പോകുന്നുണ്ട്, പക്ഷേ നമ്മൾ ഒറ്റയ്ക്കാണ് എന്നൊക്കെ പറഞ്ഞ് ആ നടുക്കടലില് ഒറ്റയ്ക്കാകുന്ന ഒരാളുടെ അവസ്ഥ, തീരം ഒത്തിരി അകലെയാണ്, അല്ലെങ്കിൽ അത് കാണാൻ പോലും പറ്റാത്ത ഒരാളുടെ അവസ്ഥ. അത് പറഞ്ഞിട്ട് അത് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: തുഴയാനുള്ള മനസ്സും എന്തെങ്കിലും തീരം കാണുമെന്നുള്ള ഒരു പ്രത്യാശയും ഉണ്ടെങ്കിൽ നമ്മൾ അധികം സങ്കടപ്പെടേണ്ടി വരില്ല എന്ന്. തുഴയാനുള്ള മനസ്സും എന്തെങ്കിലും തീരം കാണുമെന്നുള്ള പ്രതീക്ഷയും ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കാകില്ലെന്ന്. പലപ്പോഴും നമ്മെ സംബന്ധിച്ചും ഇത് വളരെ അർത്ഥവത്തായിട്ടുള്ള കാര്യങ്ങളാണ്. പലപ്പോഴും ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ പലപ്പോഴും ഒറ്റയ്ക്കായി പോകുന്നുണ്ട്, ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വരുന്നുണ്ട്, പ്രതീക്ഷകളെല്ലാം അറ്റുപോകുന്നുണ്ട്. അത് നമ്മളും പലപ്പോഴും പല സമയത്തും അനുഭവിച്ചിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ്. ഇന്നത്തെ സുവിശേഷം യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നാണ്. 8-ാമത്തെ അധ്യായം. വായിച്ചധികമൊന്നും പിടികിട്ടാത്ത കുറേയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വാചകങ്ങളും അത്ര വ്യക്തമാകാത്തൊരാശയവും, പക്ഷെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന യഹൂദരുടെ ഒരു വാചകമുണ്ട്. അത് ഈശോയെ കുറിച്ച് അവർ പറയുന്നതാണ്: അവൻ ആത്മഹത്യ ചെയ്തേക്കുമോ എന്നാണ് ആ വചനം. അവൻ ആത്മഹത്യ ചെയ്തേക്കുമോ? ക്രിസ്തുവിനെ പറ്റിയാണ് പറയുന്നത്. ദൈവപുത്രനാണ്. പരസ്യ ജീവിതത്തിനിടയിൽ എല്ലാവർക്കും നന്മ ചെയ്ത് സന്തോഷത്തോടു കൂടി നടക്കുന്ന ഒരാളെ പറ്റി യഹൂദർ പറയാണ് അവൻ ആത്മഹത്യ ചെയ്തേക്കുമോ. നമ്മുടെ ഇന്നത്തെ സ്ഥിതി വിവര കണക്കുകളൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, ഓരോ വർഷവും ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം, അല്ലെങ്കിൽ അതിനെപ്പറ്റി ആലോചിക്കുന്നവരുടെ എണ്ണം ഓരോ ദിവസവും കൂടി വരികയാണ്. കാരണം ജീവിതം കൂടുതൽ സങ്കീർണമാവുകയാണ്. പലപ്പോഴും പണ്ടത്തെ പോലെ ആളുകൾക്ക് അതിനെ അതിജീവിക്കാനുള്ള കഴിവില്ലാതെ പോവുകയാണ്. നമ്മൾ ഓരോരുത്തരും നഷ്ടധൈര്യരാവുകയാണ്. നമ്മളും വളരെ ആഴത്തിൽ ഗൗരവപൂർവ്വം പരിഗണിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഈ ആത്മഹത്യ അല്ലെങ്കിൽ ആത്മഹത്യ ചിന്തകൾ. ചിലപ്പോൾ ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം കുറവാണെങ്കിലും അത്തരം ചിന്തകളിലൂടെ പലരും പല സമയത്തും ജീവിതത്തിൽ കടന്നു പോകുന്നുണ്ട്. നമുക്കറിയാം, പലപ്പോഴും രോഗങ്ങളുടെ ചില ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കുടുംബ പ്രശ്നങ്ങൾ, ജോലിയുടേതായ ഭാരങ്ങൾ, വ്യക്തിപരമായ ചില പ്രശ്നങ്ങൾ, ഇതെല്ലാം നമ്മളെ പലപ്പോഴായിട്ട് ഇത്തരം ചിന്തകളിലേക്ക് നയിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മളും ഒറ്റയ്ക്കായി പോകുന്നുണ്ട്, നമ്മളെ മനസ്സിലാക്കാൻ ആരുമില്ലാതെ പോകുന്നുണ്ട്, നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ തിരിച്ചറിയാനായിട്ട് കഴിയാതെ പോകുന്നുണ്ട്, ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ പോലും ആരുമില്ലാതെ പോകുന്നുണ്ട്. ഇങ്ങനെ എത്രയോ വളരെ സങ്കീർണമായ അനുഭവങ്ങളിലൂടെ നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നു. ചെറുതും വലുതുമായിട്ടുള്ള സങ്കടങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. സങ്കടങ്ങളിലൂടെ കടന്നു പോകാത്ത ഒരാൾ പോലും ഈ ലോകത്തിലില്ല. സഹനങ്ങളിലൂടെ കടന്നു പോകാത്ത ഒരാൾ പോലും ഈ ലോകത്തിലില്ല. പക്ഷെ അത്തരം അനുഭവങ്ങളിലൂടെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് നഷ്ടധൈര്യരായി തീരുകയാണ്. ബുദ്ധന്റെ ഫിലോസഫിയിൽ ബുദ്ധൻ പറയുന്ന വളരെ 4 നോബിൾ ട്രൂത്ത്സ് എന്ന് പറയുന്ന വളരെ മനോഹരമായ ഒരു ആശയമുണ്ട്. എല്ലാവർക്കും ദുഃഖമുണ്ട്. ആ ദുഃഖത്തിന്റെ കാരണം അന്വേഷിച്ച് പോകുമ്പോൾ അതിന്റെ പുറകില് ഓരോ ആഗ്രഹങ്ങളുണ്ടാവും. ഏത് ദുഃഖത്തിന്റെ പുറകിലേക്ക് നമ്മൾ പോയാലും അവിടെ ആഗ്രഹമുണ്ട്. അപ്പോൾ ദുഃഖമില്ലാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ആഗ്രഹങ്ങളില്ലാതെ ജീവിക്കണം. ഇത്തിരി കൂടി നന്നായിട്ട് പറഞ്ഞാൽ, ആഗ്രഹങ്ങളല്ല നമ്മുടെ ദുഃഖത്തിന് കാരണം, നടക്കാതെ പോകുന്ന ആഗ്രഹങ്ങളാണ്. ഇത് വളരെ ശക്തമായ ഒരു ആശയമാണ് നമ്മിലേക്ക് ഇന്ന് സമ്മാനിക്കുന്നത്. കാരണം നമ്മുടെ ഓരോരുത്തരുടെയും ദുഃഖങ്ങളിൽ, സഹനങ്ങളിൽ നഷ്ടധൈര്യരായി പോകുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഇന്ന് പിടിച്ചു നിൽക്കണമെങ്കിൽ, പ്രതീക്ഷയുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ കുറച്ചു കൊണ്ടുവരണം. അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ കുറച്ചും കൂടി യാഥാർത്ഥ്യ ബോധത്തോട് അടുത്ത് നിൽക്കുന്നതായിരിക്കണം. പലപ്പോഴും അത്തരം യാഥാർത്ഥ്യ ബോധമില്ലാതെ പോകുമ്പോഴാണ് പലപ്പോഴും ആഗ്രഹങ്ങൾക്ക് അതിരുവിടുമ്പോഴാണ് നമ്മൾ കൂടുതൽ ദുഃഖിക്കേണ്ടി വരുന്നത്. അപ്പൊ നമ്മളെല്ലാവരും കടന്നു പോകുന്ന ദുഃഖങ്ങളുടെ, ആത്മസംഘർഷങ്ങളുടെ, ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവപരിപാലനയിൽ ആശ്രയിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ജനുവരി 1-ാം തീയതി പുതുവർഷം ആരംഭിച്ചപ്പോൾ സഭ നമുക്ക് ധ്യാനിക്കാനായിട്ട് തന്നത് ഈ ദൈവപരിപാലനയെ പറ്റിയുള്ള ചിന്തയായിരുന്നു. ദൈവപരിപാലനയിലും ദൈവിക കരുണയിലും നമ്മൾ ആശ്രയിച്ച് പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും തീരം കാണുമെന്നൊരു പ്രതീക്ഷ പറ്റാതെ നമുക്കുണ്ടെങ്കിൽ, തുഴയാനുള്ള മനസ്സ് നമുക്കുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും തീരം നമുക്ക് കിട്ടും, തീരം നമ്മൾ കാണും. പ്രതീക്ഷയുടെ മുൻപിൽ നമ്മളും എത്തിച്ചേരും. നഷ്ടധൈര്യരാകേണ്ട കാര്യമില്ല. കൂടെ നിൽക്കാനും കൂട്ടിരിക്കാനും ദൈവം തമ്പുരാനുണ്ട്. ദൈവം നമ്മളെ മനസ്സിലാക്കുന്നുണ്ട്. ഈശോ നമ്മുടെ കൂടെ ഏത് സാഹചര്യത്തിലും ഉണ്ട് എന്ന് തിരിച്ചറിയുന്നവർക്ക്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്നവർക്ക്, ആഗ്രഹങ്ങള് പരിധി വെച്ച് ആഗ്രഹിക്കുന്നവർക്ക് ജീവിതം കുറെ കൂടി സുഖകരമാണ്. ഒപ്പം
ഇത്തരം അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരെ മനസ്സിലാക്കാനും ചേർത്ത് പിടിക്കാനും നമുക്ക് സാധിക്കണം. നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ കൂടെ ആരെങ്കിലും ഉണ്ടാകണം, നമ്മളെ മനസ്സിലാക്കണം, ആയിരിക്കുന്ന അവസ്ഥയിൽ സ്വീകരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അത്തരം അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരെ ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും ചേർത്ത് പിടിക്കാനും നന്മകളും സന്തോഷങ്ങളും പ്രദാനം ചെയ്യാനും നമുക്കും സാധിക്കണമെന്ന് ഈ ദിനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നഷ്ടധൈര്യരാകാതിരിക്കാം, തുഴയാനുള്ള മനസ്സ് കൈമോശം വരാതിരിക്കാം, പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.